ഇന്ന് നമ്മുടെ യാത്ര തെങ്കാശിയിലോട്ടാണ്. സമയം രാവിലെ 6:15. പോകുന്ന വഴികളും ഡെസ്റ്റിനേഷനും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് തെന്മല ഡാമിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബ്രിഡ്ജാണ്. പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ കുറെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. അവിടെ നമ്മൾ നേരെ കണ്ണാറ ബ്രിഡ്ജിന്റെ അടുത്താണ് എത്തുന്നത്. ഇതിന്റെ മേളിലൊക്കെ കയറാൻ പറ്റും. ഇതിന്റെ മുകളിൽ റെയിൽവേ ട്രാക്ക് ആണ്. തെന്മല കഴിയാറാകുമ്പോഴത്തേനും റൈറ്റ് സൈഡ് കേരള ഹോട്ടലുണ്ട്. അതിന്റെ അടുത്തുനിന്ന് നോക്കിയാൽ നമുക്ക് തെങ്കാശി മൊത്തത്തിൽ കാണാൻ പറ്റും. തെങ്കാശിയിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് കാശി വിശ്വനാഥൻ ടെമ്പിളിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ആണ്. ഇതിന്റെ അകത്ത് കയറാൻ പറ്റും, പക്ഷെ മൊബൈൽ ഒന്നും അലൗഡ് അല്ല. ഇവിടെ വെച്ച് നമുക്ക് ഭയങ്കര ബേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് അടുത്ത വീഡിയോ പറയാം. അവിടെ നിന്ന് തൊട്ടടുത്താണ് അന്യംപാറ. അതിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു ലേക്ക്. ഇവിടെ നമുക്ക് ഈ വ്യൂസ് ഒക്കെ കണ്ട് കുറെ നേരം റിലാക്സ് ചെയ്യാം. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് അന്യംപാറയിലാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. ഇവിടെ നട്ടപ്പൊരി വെയിലാണ്, പക്ഷെ നമുക്കതൊന്നും ഫീൽ ആവത്തില്ല. ഹ്യൂമിഡിറ്റി കുറവാണ്, നല്ല വിൻഡ് ഉണ്ട്. അതേപോലെ മെലിഞ്ഞ ആൾക്കാർക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് സ്ട്രോങ് വിൻഡ് ആണ്. ഇതാണ് അന്യംപാറ എന്നുള്ള വ്യൂ. ഓപ്പോസിറ്റ് സൈഡ് മൊത്തത്തിൽ പാടങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ സൺഫ്ലവർ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോയത്. സത്യത്തിൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു, പക്ഷെ നമുക്ക് വേണ്ടി അവിടെ ഒരേ ഒരു ഫീൽഡിൽ മാത്രം സൺഫ്ലവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ അവിടുത്തെ ചേച്ചിക്ക് 50 രൂപ കൊടുക്കണം. ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടുത്തെ എല്ലാ ഫീൽഡിലും സൺഫ്ലവേഴ്സ് കംപ്ലീറ്റ്ലി വന്നു തുടങ്ങും. അവിടുത്തെ റോഡ് സൈഡിൽ ഇതുപോലെ അപ്പച്ചന്മാര് നമുക്ക് പനങ്കള്ള് തരും. ഒരു തവണ ഒഴിച്ചു തരുന്നതിന് 20 രൂപയാണ്. ഇതിൽ കള്ളിന്റെ ഫീലൊന്നും ഇല്ല, പക്ഷെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുടിച്ചാൽ കുടിച്ചോണ്ടിരിക്കാനേ തോന്നും. നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ വരുന്നവർ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ മേക്കരയിലോട്ടാണ് പോയത്. മേക്കരയിലോട്ട് വരുന്ന തൊട്ട് മുമ്പ് നമുക്ക് കുറ്റാലത്തും തിരുമലൈ മുരുകൻ കോവിലും പോകും. മേക്കര എന്ന് പറയുമ്പോൾ പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ തെങ്ങുകൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കാറ്റിന്റെ ശക്തി എത്ര ഉണ്ടെന്ന്. ഇതെന്ന് പറയുമ്പോൾ നടുവിലൂടെ ഒരു റോഡും ബാക്കി 2 സൈഡും പാടങ്ങളുമാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ മേക്കര ഡാം കാണാനാണ് പോയത്, പക്ഷെ അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ചുറ്റിയിട്ട് ഒട്ടും ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തില്ല. നമ്മുടെ ടൈം ഷെഡ്യൂൾ ശരിയാവാത്തതുകൊണ്ട് തിരുമലൈ മുരുകൻ കോവിൽ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ഒരു മിസ്സിംഗ്. നിങ്ങൾ തെങ്കാശിക്ക് പോകുന്നുണ്ടെങ്കിൽ തെന്മല റൂട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്.